ഒരു വാചകം ഞാൻ കൃത്യമായി പറയാം. പടപ്പുകൾക്ക് നല്ല അഭിപ്രായമില്ലാത്ത ഒരാളെ കുറിച്ച് പടച്ചവന് അഭിപ്രായം ഉണ്ടാവുകയില്ല. എങ്ങനെ? പടപ്പുകൾക്ക് ഒരു മനുഷ്യനെ കുറിച്ച് നല്ല അഭിപ്രായമില്ലെങ്കിൽ അയാളെ കുറിച്ച് പടച്ച തമ്പുരാന് മാത്രം നല്ല അഭിപ്രായം ഉണ്ടാവുകയില്ല. നിങ്ങളുടെ കൂട്ടത്തിൽ പടപ്പുകൾ ഒരു മനുഷ്യനെ കുറിച്ച് നല്ലത് പറയുന്നു, അവനെ കുറിച്ച് തന്നെയാണ് പടച്ചവനും നല്ലത് പറയാ. എപ്പോഴാണത് പറയാ? എപ്പോഴാണ് പടപ്പുകളുമായിട്ട് നമുക്കുള്ള ബന്ധം ഉണ്ടാവുക? അപ്പൊ നമ്മുടെ കടമകൾ. അപ്പൊ ഇതിന്റെ ഈ സന്തുലിതത്വം അല്ലെങ്കിൽ ഇതിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആനിലൂടെ നമ്മൾ ഇങ്ങനെ കണ്ണോടിച്ചു നോക്കിയാൽ എന്താണ് നന്മ എന്ന ചോദ്യത്തിന്, എന്താണ് പടച്ചവൻ ഇഷ്ടപ്പെടുന്ന മാർഗം എന്ന ചോദ്യത്തിന്, എന്താണ് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള വഴിയും മാർഗവും എന്ന ചോദ്യത്തിന് നേരത്തെ പറഞ്ഞ ആരാധനകളും ആത്മീയ കാര്യങ്ങളും ഒക്കെ നിർദ്ദേശിക്കപ്പെട്ടിരിക്കെ അതിന്റെ കൂടെ തന്നെ പറയുന്ന ഒരു കാര്യം. ഉദാഹരണം, ഞാൻ ഓതി വെച്ച ആയത്തിൽ സൂറത്തുൽ ബഖറയിലെ 83-ാമത്തെ ആയത്ത്, ആ ആയത്ത് നിങ്ങൾ വെറുതെ ഒന്ന് എടുത്തിട്ട് പരിശോധിച്ചോളൂ, അല്ലെങ്കിൽ വായിച്ചോളൂ, തഫ്സീർ ഉണ്ടെങ്കിൽ നോക്കിക്കോളൂ, അർത്ഥം മനസ്സിലാക്കിക്കോളൂ. വഇദ് അഖദ്നാ മീസാഖ ബനി ഇസ്രായീൽ, ഇസ്രായേലിയരിൽ നിന്ന് അഥവാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുമ്പ് വേദം നൽകപ്പെട്ടിരുന്ന സമൂഹത്തിൽ നിന്ന് നാം ഒരു കരാറ് വാങ്ങിയിരുന്നു. അവരിൽ നിന്നൊരു കരാറ് നാം വാങ്ങിയിരുന്നു. ആ കരാറിൽ ഇന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അതെന്താണെന്നറിയോ? ലാ തഅബുദൂന ഇല്ലല്ലാഹ്, അള്ളാഹുവിന് മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ. അതാണല്ലോ നമ്മുടെ അടിസ്ഥാനം, അതാണല്ലോ വിശ്വാസികളുടെ അടിസ്ഥാനം, അതാണല്ലോ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. ലാ തഅബുദൂന ഇല്ലല്ലാഹ്, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണം. തൊട്ടുടനെ വബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങളുടെ മാതാപിതാക്കളോട് ഏറ്റവും നല്ല രൂപത്തിൽ വർത്തിക്കണം. അന്ന് അവരോട് വാങ്ങിയ കരാറാ. അതിപ്പോ ഓർമ്മപ്പെടുത്തുക, അത് നിങ്ങൾക്കും ഒരു പാഠമാണെന്ന് പറയാൻ വേണ്ടിയിട്ട്. നീ ഇതല്ല നമ്മളോട് നേർക്കുനേരെ വിളിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതേ രൂപത്തിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വബിൽ വാലിദൈനി ഇഹ്സാന. അപ്പൊ നിങ്ങൾ നോക്കൂ, ഒരു മനുഷ്യൻ അള്ളാഹുവിനോടുള്ള ഈ പറഞ്ഞ ആരാധന ആത്മീയ കാര്യങ്ങളൊക്കെ ശ്രദ്ധയുണ്ട്, പക്ഷെ അയാളുടെ മാതാപിതാക്കളുടെ കാര്യത്തിൽ അയാൾക്ക് ശ്രദ്ധയില്ലെങ്കിലോ? മാതാവിനും പിതാവിനും, പ്രത്യേകിച്ചും പ്രായം ചെന്ന മാതാപിതാക്കൾക്ക് ഒരു മകനെ കുറിച്ചും മകളെ കുറിച്ച് തൃപ്തിയില്ല. അവർക്ക് നല്ല അഭിപ്രായമല്ല, അവര് സംതൃപ്തരല്ല, അവര് തേങ്ങുന്നുണ്ട്, അവരുടെ കണ്ണ് നിറയുന്നുണ്ട്. പക്ഷെ ഇയാള് ഭയങ്കര ആബിദ, ഇയാള് ഭയങ്കര മുത്തഖിയായിട്ട് ഇങ്ങനെ നടക്കുക. എന്തായിരിക്കും അവസ്ഥ? വബിൽ വാലിദൈനി ഇഹ്സാന, ലാ തഅബുദൂന ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണം എന്നതുപോലെ തന്നെ വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് ഏറ്റവും നല്ല രൂപത്തിൽ വർത്തിക്കണം. അവിടെ നിൽക്കൂല. വദിൽ ഖുർബ, ബന്ധുക്കൾ, കുടുംബങ്ങൾ. ബന്ധുക്കളും കുടുംബങ്ങളും അല്ലെ? അത് അങ്ങനെ അതിൽ അബദ്ധം സംഭവിച്ചാലോ? പടച്ചവനോടുണ്ട് അല്ലേ നല്ല ബന്ധമുണ്ട്, പക്ഷെ കുടുംബത്തിൽ ആ ഒരു ബന്ധമല്ല, കുടുംബങ്ങളായിട്ടൊന്നൊരു ബന്ധമല്ല, പോകുന്നില്ല, വരുന്നില്ല, കാണുന്നില്ല, സന്ദർശിക്കുന്നില്ല എന്നല്ല, പ്രയാസപ്പെടുന്ന പലരും ആ കുടുംബത്തിലുണ്ട് അല്ലെ, കുടുംബങ്ങളിലുണ്ട്. അവരെ ഒന്ന് സഹായിക്കാനോ അവരുടെ വിഷമത്തിലൊന്ന് പങ്കുവയ്ക്കാനോ ഉള്ള മനസ്സില്ല. ഇപ്പുറത്ത് ഇങ്ങനെ ആരാധന, ആത്മീയ, പള്ളി, നിസ്കാരം അല്ലേ? അപ്പൊ എന്താ സംഭവിക്കുക? അവിടെയാണ് വദിൽ ഖുർബ. പിന്നെ വലിയ യതാമ, സമൂഹത്തിൽ അനാഥരുണ്ടാവും, സംരക്ഷിക്കാനാളില്ല. വൽ മസാക്കീൻ, അനാഥരൊന്നും അല്ലെങ്കിൽ ഗതിയില്ലാത്ത മനുഷ്യരുണ്ടാവും, ജീവിതം രണ്ടറ്റം മുട്ടിക്കാൻ വേണ്ടി പ്രയാസപ്പെടുന്ന മനുഷ്യർ. ഇവരോടൊക്കെ നിങ്ങളുടെ നന്മയിൽ അധിഷ്ഠിതമായ ഒരു സമീപനം, അവരോടൊക്കെ കാരുണ്യത്തിന്റെയും ചേർത്ത് പിടിക്കലിന്റെയുമായ ഒരു ഭാവവും ഒരു സമീപനവും നിങ്ങൾക്കുണ്ടാകണമെന്ന് ഇസ്രായേലിയരോട് ഞാൻ കരാറ് വാങ്ങിയിരുന്നു. അതിന്റെയൊക്കെ പുറത്ത് ഇങ്ങനെ കൂടെ പറഞ്ഞിരുന്നു, വഖൂലു ലിന്നാസി ഹുസ്ന, മനുഷ്യരോട് മാന്യമായിട്ട് സംസാരിക്കണമെന്ന്, മനുഷ്യരോട് നന്നായിട്ട് സംസാരിക്കണമെന്ന്. അതും ഞാൻ അവരോട് കരാറ് പറഞ്ഞിരുന്നു. പിന്നെ പറഞ്ഞ കരാറ് പിന്നെയുണ്ട്. വാഖീമുസ്സലാ, നമസ്കാരം നിലനിർത്തണമെന്ന് പറഞ്ഞു. വആതു സക്കാ, സക്കാത്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. സുമ്മ തവല്ലൈതും ഇല്ലാ ഖലീലൻ മിൻകും വഅൻതും മുഅ്രിദൂൻ, പക്ഷെ നിങ്ങള് ആളുകള് ഇതൊക്കെ അറിഞ്ഞിട്ടും പിന്നെ നിങ്ങളുടെ വഴിക്ക് പോയി. എപ്പോൾ നമസ്കാരം എപ്പോഴാ പറഞ്ഞു? എന്തൊക്കെ പറഞ്ഞിട്ടാ നമസ്കാരം പറഞ്ഞത്? നമസ്കാരത്തിന് പ്രാധാന്യം ഇല്ല എന്നല്ല, പക്ഷെ എന്തൊക്കെ പറഞ്ഞിട്ട് ഈ ബാലൻസിങ് ഉണ്ടല്ലോ, ഈ സന്തുലിതത്വം എന്ന് പറയുന്നത് നമുക്ക് നഷ്ടപ്പെടുക. അതിന് ഞാൻ ഇപ്പൊ പറയാൻ ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്താണെന്നറിയോ? ഈ പറഞ്ഞതൊക്കെ പ്രധാനമാണ്, അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ പറയാൻ സംഗതി വഖൂലു ലിന്നാസി ഹുസ്ന, മനുഷ്യരോട് നല്ല ബന്ധങ്ങൾ.